അപ്പോൾ നമ്മുടെ വെക്കേഷൻ ഏകദേശം തീരാനായി, ഒരു മാസം കൂടി ഇനിയുള്ളൂ കേട്ടോ. അപ്പോൾ ഈ ഒരു മെയ് മാസത്തിൽ നമുക്ക് കുറേ കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. അടുത്ത മാസം നല്ല മഴയും കാര്യങ്ങളൊക്കെ ആയിരിക്കുമല്ലോ. അപ്പോൾ ഞാൻ ഈ സൈഡിൽ ഒരുപാട് ചെടികൾ ഒരുമിച്ച് അങ്ങോട്ട് വെച്ചിട്ടോ, അതുകൊണ്ട് ഒന്നിനും വളരാൻ പറ്റാത്ത ഒരവസ്ഥയായിപ്പോയി. ഗ്രോ ബാഗും അതുപോലെ ചെടിച്ചട്ടിയും ഒക്കെ കൂടി ഒരുമിച്ച് ഇങ്ങനെ കുറേ വെച്ചപ്പോൾ അതിലുള്ള ചീരയ്ക്കും അതുപോലെ മുളകിനൊന്നും വളരാൻ പറ്റാത്ത പോലെ എനിക്ക് തോന്നുന്നുണ്ട്. ആ വെച്ച പോലെ തന്നെ ഇരിക്കുകയാണ്. പിന്നെ ഇതിന് കുറച്ച് വളങ്ങളും കൂടി ചെയ്യാനുണ്ട്. അപ്പോൾ ഇതിങ്ങനെ തിങ്ങി ഇരിക്കുന്നതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ഈ ഗ്രോ ബാഗിനെ ഇവിടെ നിന്ന് എടുത്തൊന്ന് മാറ്റാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഗ്രോ ബാഗ് മാറ്റിയിട്ട് വേണം ഇവിടെ മൊത്തത്തിൽ ഒന്ന് ക്ലീൻ ചെയ്യാനായിട്ട്. അപ്പോൾ അടിയിൽ നിറയെ ഇലകളൊക്കെ വീണ് കിടക്കുന്നുണ്ട്, അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം. ഒപ്പം തന്നെ ഈ നമ്മുടെ മതിലിനോട് ചേർന്നിട്ട് നട്ടേക്കുന്ന ചെടികളുടെ കൊമ്പുകളൊക്കെ ഫ്രണ്ടിലേക്ക് ഇങ്ങനെ വന്ന് നിൽക്കുന്നുണ്ട്. അതൊക്കെ ഒന്ന് മതിലിനോട് തന്നെ ചേർത്ത് വെച്ചൊന്ന് കയറൊക്കെ വെച്ചൊന്ന് കെട്ടി കൊടുക്കണം. പിന്നെ ഈ തുളസിയുടെ കതിര് ഇതുപോലെ ആവാൻ കാരണം ഒരിടയ്ക്ക് ഞാനിത് അധികം പറിക്കാറുണ്ടായിരുന്നില്ല. എപ്പോഴും പറിക്കുമ്പോൾ ഇത് നിറയെ കതിരായിട്ട് നിൽക്കില്ല കേട്ടോ. അപ്പോൾ പറിക്കാതെ ഇപ്പോൾ നിറച്ച് കതിരായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ അതൊന്ന് വെട്ടിക്കളഞ്ഞാൽ ഇനി നിറയെ അതിന് ചെനപ്പ് പൊട്ടി പിന്നെയും കുറേ തുളസിയിലായിട്ട് വരും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതൊക്കെ ഒന്ന് വെട്ടിക്കളയാണ്. അപ്പോൾ മൊത്തത്തിൽ ഇവിടെ ഒന്ന് ക്ലീൻ ചെയ്യണം. അപ്പോൾ ഈ ഇലകളൊക്കെ ഒന്ന് വെട്ടിക്കളഞ്ഞതിന് ശേഷം വേണം അടിയിൽ ഉള്ള പുല്ലുകളൊക്കെ ഒന്ന് പറിച്ചിട്ട് മൊത്തത്തിലൊന്ന് ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. പഴയ ഒരുപാട് തൈക്കളാണ് കേട്ടോ മുളച്ചിട്ടുള്ളത്. പുല്ലാണെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. പുല്ല് കുറച്ചേ ഉള്ളൂ, പക്ഷേ കൂടുതലും മുളച്ചിരിക്കുന്നത് ഇവിടെ നട്ടിട്ടുള്ള ചെടികളുടെ വിത്തുകൾ വീണിട്ട് അതിൻ്റെ തുളസിയുടെ തൈക്കൾ, അതുപോലെ ഒരു മഞ്ഞപ്പൂവില്ലേ അതിൻ്റെ തൈ, അങ്ങനെ കുറേ തൈക്കൾ ഇങ്ങനെ വീണ് മുളച്ചിട്ടുണ്ട്. പക്ഷേ എല്ലാം നമുക്ക് പറിച്ച് നടാനുള്ള സൗകര്യം ഇല്ലാത്തതിൻ്റെ പേരിൽ കുറേയൊക്കെ അങ്ങോട്ട് പറിച്ച് കളയുമ്പോൾ നല്ല വിഷമമുണ്ട്, എന്നാലും സ്ഥലമില്ല നടാനായിട്ട്. അപ്പോൾ ഇതൊക്കെ ഓരോ തൈക്കളാണ് കേട്ടോ. ഈ മുളച്ച് നിൽക്കുന്നതൊക്കെ ഓരോ തൈക്കളാണ്. അതിൽ വലുതൊക്കെ ഞാൻ അവിടെ നിർത്തിയിട്ട് ചെറുതിനൊക്കെ പറിച്ച് കളഞ്ഞു കേട്ടോ. അപ്പോൾ എല്ലാം ഇവിടെ നന്നായിട്ട് എല്ലാം പറിച്ച് കളഞ്ഞതിന് ശേഷം പിന്നെ വീണ്ടും അടിച്ച് ഒന്ന് ക്ലീൻ ആക്കി എടുക്കുകയാണ് കേട്ടോ. പിന്നെ ചെയ്ത പണിയെന്ന് വെച്ചാൽ അവിടെ മുല്ല ഉണ്ടല്ലോ, മുല്ലയിൽ നിറയെ മുട്ടുകളുണ്ടായിരുന്നു, പൂക്കളും വിരിഞ്ഞിരുന്നു. അപ്പോൾ ഇപ്പം എല്ലാം പോയിട്ടുണ്ട്. ഇനി അതിലെ കൊമ്പുകളൊക്കെ ഒന്ന് വെട്ടി കൊടുക്കണം. ഇതിൻ്റെ വളം ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ നമ്മൾ ആദ്യം തന്നെ. ഈ കൊമ്പുകൾ ഒന്ന് വെട്ടിയിട്ട് നന്നായിട്ട് വെള്ളം നനച്ചാൽ മാത്രം മതി കേട്ടോ. നിറയെ പൂക്കളുണ്ടാവും. അത്യാവശ്യം നല്ല വെയിലത്ത് തന്നെയാണ് കേട്ടോ ഞാൻ ഈ മുല്ല വെച്ചിട്ടുള്ളത്. അപ്പോൾ മുഴുവനായിട്ടും അങ്ങോട്ട് വെട്ടിക്കളഞ്ഞില്ല, എന്നാലും പൂവുണ്ടായി കഴിഞ്ഞിട്ടുള്ള കൊമ്പുകളൊക്കെ ഏകദേശം മുറിച്ച്